TPC അടുത്ത ഒരു ചോദ്യം ചോദിക്കാൻ വന്നിട്ടുള്ളത്, ഭാഗ്യസൂക്തം നിത്യേന ജപിക്കുന്ന ചിലർക്ക് പോലും എന്താണ് ഭാഗ്യമുണ്ടാകാത്തത്? പ്രാർത്ഥനയുടെ കുറ്റമാണോ അതോ ഭാഗ്യസൂക്തത്തിന്റെ പ്രശ്നമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആരാധനാക്രമങ്ങളില് ഞാനിപ്പോ ആലോചിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും എല്ലാവരോടും പറയാറുള്ളൊരു കാര്യമാണ്, ഈ ഗവൺമെന്റൽ സിസ്റ്റം പോലെയാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് എഫക്റ്റീവ് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഭാഗ്യം എന്ന് പോലും നമുക്കറിയാണ്ടാണ് ഭാഗ്യം നമ്മൾ തേടിപ്പോകുന്നത്. സുഖം എന്താണെന്ന് അറിയാണ്ടാണ്. ഞാൻ സാധാരണ പറയാറുള്ളത്, എന്താണ് എനിക്ക് ധനം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ, ഈ എന്താണ് ധനം? എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഒരു 5 സ്റ്റാർ അക്കോമഡേഷൻ ഉള്ള ഒരു 10 കോടി രൂപയുടെ ഒരു അപ്പാർട്ട്മെന്റ് ഹൈദരാബാദിൽ മേടിക്കുക എന്നുള്ളതായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ ഐശ്വര്യം അതാണ്. എൻ്റെ സർവന്റ് മേഡിന്റെ ആഗ്രഹം എന്തായിരിക്കും? വീട്ടിലൊരു മിക്സി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോരാളുടെയും ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് കിട്ടാവുന്ന ഭാഗ്യം, അവർക്ക് കിട്ടാവുന്ന സുഖം. അപ്പൊ വേദങ്ങളിലൊക്കെ ഓരോ സ്തുതി ഓരോ ഭഗവാനെ കുറിച്ചും, ഭഗ എന്ന് പറയുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ തരുന്ന, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആരെയാണോ നല്ല അവസരങ്ങൾ നോക്കിയിട്ട് ഒരു ഭാഗ്യക്കുറി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഭാഗ്യം എന്നുള്ളത്. ഭാഗ്യസൂക്തം അതിനേക്കാളും കൂടുതൽ ഭാഗ്യക്കുറിയാണ്. എല്ലാവർക്കും ഭാഗ്യക്കുറി എടുത്താൽ എല്ലാവർക്കും കിട്ടാറുണ്ടോ? ഇല്ല, അതൊരു കുറിയാണ്. അതുപോലെ ജീവിതത്തിൽ സമഗ്രമായ ക്ഷേമം കിട്ടണമെങ്കിൽ യോഗക്ഷേമം എന്നാണ് ഭഗവത്ഗീതയിൽ യോഗക്ഷേമം എന്നാ പറയാ. ആർക്കാണ് ഇത് കിട്ടേണ്ടത്? അതില് ചൊല്ലുന്ന തരത്തില് അത് ഫലപ്രദമായിട്ട് ചൊല്ലുന്നത്. അപ്പൊ അതിന് സൗണ്ടിന്റെ ഒരു ക്രമമുണ്ട്. അതിന് സൗണ്ട് നന്നാവണമെങ്കിൽ ശ്വാസം നന്നാവണം, അത് നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം, അതിനൊരു ഏകാഗ്രത വേണം, അതിന് ഒരു ചൊല്ലുന്നതിനൊരു നാദതാള രൂപങ്ങളൊക്കെ ഉണ്ട്. ഈ നാദശക്തികളൊക്കെയാണ് അതിന്റെ ഫ്രീക്വൻസി നന്നായിട്ട് എത്താൻ സാധിക്കുള്ളൂ. എല്ലാവരും ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കണേ, എന്നിട്ട് എല്ലാവരും പാസ്സാവാത്തെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇതിനൊക്കെ ഒരു പരീക്ഷയുണ്ട്. അത് എത്രത്തോളം എനിക്ക് സ്വാധീനിക്കാൻ സാധിക്കും. ഒരേ കാര്യം തന്നെ 4 പേര് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടാവില്ലേ? അതെന്തുകൊണ്ടാണ്? ആ പറയുന്നതിന്റെ ലോജിക്ക്, അത് സമൃദ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ, അത് ഉള്ളിൽ തട്ടിയിട്ടാണോ ചൊല്ലുന്നത്, മനസ്സിൽ നിന്ന് മനസ്സിലേക്കാണോ പോകുന്നത്, അത് പഠിച്ചു വെച്ച് ബുദ്ധിയിൽ നിന്നാണോ വരുന്നത്, അത് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടാണോ? ഇതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത്, ഇതിൽ നിരാശരാവുന്നവര് ചൊല്ലിയാൽ അത് ഫലിക്കില്ല. ആശ എന്ന് പറയുന്ന വാക്കുകളിൽ ആഗ്രഹമുണ്ട്. അത് എപ്പോഴാ നടക്കുക? ഞാൻ ചാവുന്നതിന് മുമ്പ് നടന്നാൽ മതി. ഭാഗ്യസൂക്തം ചൊല്ലിയ ഇന്നിപ്പൊ ചൊല്ലിയ അടുത്ത മിനിറ്റ് വരണം. അതിന് തമാശ പറയണം. എൻ്റെ ഒരു പഴയൊരു ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഭഗവാനോട് ഞാൻ പറയാണ്, എനിക്ക് ഇന്നതൊക്കെ വേണം, ഇന്നതൊക്കെ വേണം, ഇന്നതൊക്കെ വേണം. ഭഗവാൻ ഇത് വളരെ തുച്ഛമായിട്ടുള്ള കാര്യമല്ലേ, എനിക്ക് അതൊന്ന് തന്നൂടെ? ഭഗവാൻ വലിയ ലാവിഷ് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പൊ എനിക്ക് ഒരു 5 കോടിയല്ലേ തരണ്ടു, അത്ര കാശുള്ള ചെലവുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഡും എന്ന് പറഞ്ഞാൽ തരാൻ പറ്റുന്ന സംഭവമല്ലേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി ഞാൻ തരാം. അത് തരുന്നത് എന്റെ സ്കെയിലിന് വേണമെന്നല്ലേ പറയണത്. അപ്പൊ നിങ്ങൾ കാത്തിരിക്കേണ്ട സമയത്തിന്റെ സ്കെയിൽ ഞാൻ തീരുമാനിക്കാം, ഒരു നിമിഷം കാത്തിരുന്നോളാം പറഞ്ഞു. ഭഗവാന്റെ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ജന്മാണ്. അപ്പൊ ഇപ്പൊ ഭാഗ്യസൂക്തം ചൊല്ലിയാൽ എനിക്ക് ഫലം വരുന്നത് ഒരു 10 ജന്മം കഴിഞ്ഞിട്ടാവും. അതിന് ക്ഷമ വേണം, അതിന് വിശ്വാസം വേണം. ഈവൻ വെൻ യു പ്രേ മൗണ്ടൻ ക്യാൻ ബി മൂവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. പക്ഷെ ഞാൻ ഈ ഇടക്കിടക്ക് ഇത് മൂവ് ചെയ്തോ എന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ അത് ഫലിക്കില്ല. അത് മൂവ് ചെയ്യുന്നത് വരെ പ്രാർത്ഥിക്കണം എന്നാണ്. ഇത് എപ്പോഴാ മൂവ് ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നാലോ അല്ലേ? ആ വിശ്വാസമില്ലായ്മയാണ്. ഒരു മിനിറ്റ് TPC, ഇവിടെ അങ്ങ് പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇടപെടുകയാണ്. ക്ലാരിറ്റി, വ്യക്തത തീർച്ചയായിട്ടും ഉണ്ടാകണം അല്ലെ? കാലത്തെക്കുറിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രാർത്ഥനയ്ക്കും വ്യക്തത ഉണ്ടാവുക, ഉത്തരത്തിനും വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നിരാശയുള്ള സ്ഥലത്ത് ആശയ്ക്ക് സ്ഥാനമില്ല. അപ്പൊ ഞാൻ ആഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, അത് കറക്റ്റ് ആണോ നോക്കാണ്. ഇത് മനോഭാവത്തിന്റെ റിഫ്ലക്ഷൻ ആണ്.
ഞാൻ സാധാരണ പറയാറുള്ളത്, എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആഗ്രഹമാണ് കൂടുതൽ, അത് അറിയാതെ വരേണ്ടതാണ്. എനിക്ക് സന്തോഷിക്കണം എന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ കരഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? സന്തോഷം വരേണ്ടതല്ലേ. ഇത് ഏകാഗ്രതയോടുകൂടി ചെയ്യേണ്ട സംഭവമാണ്. മനസ്സിനെ പല ദിശകളിലേക്കും ഓടുന്ന ആൾക്കാർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ നല്ലപോലെ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂർ ദർശനം ഉണ്ടായിരുന്നു, എന്താ തിരക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരാള് ഗുരുവായൂർ പോകേണ്ട കാര്യമില്ലല്ലോ തിരക്ക് കാണാൻ. അപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന, ചിന്തകളുടെ ക്രമപ്പെടുത്താൻ സാധിക്കുന്നതിനാണ് നമ്മുടെ എല്ലാ മന്ത്രങ്ങളും എല്ലാ ഉപാസനകളും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് അവസരം വരുമ്പോ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അറിഞ്ഞു പോകേണ്ടതാണ്, അറിയാൻ വേണ്ടി ശ്രമിക്കേണ്ടതല്ല എന്നാണ്. ബുദ്ധി ഉപയോഗിക്കാതെ മനസ്സുപയോഗിച്ചിട്ട് പോലും ചെയ്യരുത്. ആഗ്രഹങ്ങൾ മനസ്സിലും ലോജിക്കലായിട്ട് ബുദ്ധിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആത്മാവിലേക്ക് കയറില്ല. ഇത് രണ്ടും ഇല്ലാതെ സാക്ഷിഭാവത്തില് ആഗ്രഹങ്ങളില്ല. എന്താണ് ഓരോ പൂജാരിയും ക്ഷേത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന വഴിപാടുകൾ ഭഗവാനെ ഏൽപ്പിക്കുമ്പോൾ പറയുന്നത്? വൈരാഗ്യ സിദ്ധാർത്ഥം സമർപ്പയാമി എന്നാണ്. ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്നാണ്. അങ്ങനെ വേണ്ടാന്ന് വെച്ച് കൊടുത്തിട്ട് ഭഗവാൻ എന്താണോ എനിക്ക് തരേണ്ടതെന്ന് അറിഞ്ഞു തരുന്നതാണ് ഭാഗ്യം. അപ്പൊ ഭാഗ്യസൂക്തം ചൊല്ലിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ഒരാള് അതിന് യോഗ്യരല്ല എന്ന് വേണം പറയാൻ. ആഗ്രഹങ്ങളല്ല ഞാൻ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൂര്യനെ നമസ്കരിക്കുന്ന സമയത്ത് സൂര്യന് ഗുണം കിട്ടിയിട്ട് എന്ന് വെച്ചിട്ടല്ല, എൻ്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാവാനാണ്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ജന്മത്തില് ഭഗവത്ഗീതയൊക്കെ പറഞ്ഞു, നിങ്ങൾ എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും അവസാന കാലത്ത് കുറച്ചൊരു മണ്ടത്തരം ചെയ്താൽ അവിടുന്ന് നേരെ പാതാളത്തിലേക്ക് താഴുന്ന പോലെ താഴെ വീഴും. പിന്നെയും കയറണം എല്ലാ ലാഡറും. ആ 108 ലാഡർ ഉണ്ടെങ്കിൽ 107 താഴെ വീണാൽ പിന്നെയും കയറണം അയാൾ 107. ഇത് കുറെ ജന്മങ്ങൾ ചെയ്ത് പോവും. അപ്പൊ ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, ശരിയായ സമയം, ശരിയായ ആളുകളുമായിട്ടുള്ള സത്സംഗം, ഇതൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ പ്രപഞ്ചത്തിന്റെ ഒരു ഋതം എന്നാണ് പറയാം. ആ ഋതം ഉണ്ടല്ലോ, ആ ഋതം ദൈവികമായ ഒരു ഋതത്തിലേക്ക് മാച്ച് ചെയ്യപ്പെടുന്ന സമയത്ത് ആത്മീയമായ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ദർശനം ആണ് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറയുന്നത്. അത് എൻ്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭാഗ്യമല്ല, എൻ്റെ ബുദ്ധിപരമായ ഭാഗ്യമല്ല, എൻ്റെ ആത്മീയപരമായ ഭാഗ്യമാണ്. അത് അളക്കാനും സാധിക്കില്ല. ആഗ്രഹങ്ങളുടെ തട്ടി നോക്കിയിട്ട് ഇതാണ് ഞാൻ ആഗ്രഹിച്ചു, ഇത് കിട്ടിയ ഭാഗ്യം, അതിനെ ഭാഗ്യം എന്നല്ല പറയാ. ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ അറിയാതെ എനിക്ക് വരുന്നതല്ലേ. അപ്പൊ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ശ്വസിക്കാൻ പറ്റുന്നത് എത്ര വലിയ ഭാഗ്യം എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭാഗ്യസൂക്തം ചൊല്ലിയാൾ ജീവിക്കുന്നത് ചിലപ്പോൾ ഈ ശ്വാസം കിട്ടുന്നുണ്ടല്ലോ, അത് നിന്നിട്ട് പിന്നെ എന്ത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം? അത് നിലനിർത്തി തരികയാണ്. അപ്പോ നല്ല ധ്യാനം, നല്ല മന്ത്രം, നല്ല ചിന്ത, നല്ല പ്രകൃതി, നല്ല ഫലം ഒക്കെ നമ്മളിൽ വരും. അത് സ്ഥിരമായ അഭ്യാസം. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു ഇല്ലേ, അഭ്യാസേനതു കൗന്ദേയ. അർജുനൻ തന്നെ പറയുന്നുണ്ട്, ഇത് അത്ര എളുപ്പമൊന്നുമല്ല ഭഗവാനെ എന്ന് പറയുന്നു. അപ്പൊ സ്ഥിരാഭ്യാസി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, സ്ഥിരമായ അഭ്യാസം. അതിലൊരു ഡൗട്ടും പാടില്ല. നമ്മൾ ഇപ്രാവശ്യം ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ജയിക്കും. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുക. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. നല്ല ഫ്രീക്വൻസിയിൽ ഇല്ലെങ്കിൽ ഒരു റേഡിയോയും ട്യൂൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ട്യൂണില് വേവ് ലെങ്ത്തിൽ വരണമെങ്കിൽ ആ വേവ് ലെങ്ത് കറക്റ്റ് ആയിട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ട്യൂൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ ആത്മീയമായ ട്യൂണിങ് അത് ബെല്ലടിച്ചിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുന്നതല്ല. വെസ്റ്റിലൊക്കെ അങ്ങനെയുണ്ട്, ബെല്ലടിച്ച് നമ്മുടെ ആത്മീയമായി ട്യൂൺ ചെയ്ത് തരും. ട്യൂണിങ് ഫോർക്ക് എന്നുണ്ട് സാധനം മേടിക്കാണ്ട്, അതിന് സ്റ്റുഡിയോസ് ഉണ്ടാവും. അതൊന്നും നടക്കില്ല ഇവിടെ. വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം. വളരെ വ്യക്തമായിട്ടാണ് എന്താണ് ഭാഗ്യമെന്നും ഭാഗ്യത്തിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടതെന്നും നമുക്ക് വന്നു ചേരുന്ന ഭാഗ്യം ഭഗവാനിൽ നിന്ന് സ്വയം വരുന്നതാണെന്നും അതിന് വ്യക്തത വേണമെന്നും ഫ്രീക്വൻസി ആൻഡ് റെസോണൻസ് അല്ലെ, ആ വൈബ്രേഷനും ട്യൂണിങ്ങും എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥനകളുടെ അർത്ഥമറിഞ്ഞ് ഭാവമറിഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തത ഉണ്ടാവണം, ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളത് വളരെ മനോഹരമായിട്ടാണ് ആ ചോദ്യത്തിന് ആദരണീയനായിട്ടുള്ള TPSG ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നന്ദി.